തിരുവനന്തപുരം നഗരസഭയിൽ കെട്ടിട നികുതി കുടിശ്ശിക വരുത്തിയ സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് മേയർ വി രാജേഷ്. ഇത് സംബന്ധിച്ച് 800-ലധികം കേസുകളുണ്ട്. വിശദമായി പഠിച്ച ശേഷം നടപടിയെന്നും മേയർ ജനം ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, അതായത് പാളയം വാർഡിൽ മാത്രം, സർക്കാർ സ്ഥാപനങ്ങളുള്ള പാളയം വാർഡിൽ മാത്രം 12 കോടി 90 ലക്ഷം രൂപ, 13 കോടിയോളം രൂപയുടെ കെട്ടിട നികുതിയാണ് പിരിഞ്ഞ് കിട്ടാനുള്ളത്. ഈ നഗരസഭാ പരിധി ആകെ നോക്കിയാൽ കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. നോക്കൂ, അത് ഈ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടുണ്ടായ അനാസ്ഥയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നതാണ്. എന്താണിപ്പോൾ മേയർ നൽകുന്ന മറുപടി? കൃഷ്ണരാജ്, ഈ തിരുവനന്തപുരം നഗരസഭയിൽ 107 കോടി രൂപയ്ക്കടുത്താണ് ഇത്തരത്തിൽ കെട്ടിട നികുതി ഇനത്തിൽ അതിൻ്റെ പിരിച്ചെടുക്കാനുള്ളത്. കഴിഞ്ഞ CPM ഭരണകാലത്തെല്ലാം ഇത്തരത്തിൽ ഈ വീഴ്ച വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കെട്ടിട നികുതി പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച കണക്ക് പാളയം അടക്കമുള്ള പല വാർഡുകളിലും ഇത്തരത്തിൽ കോടികൾ ഈ കരം പിടിച്ചെടുക്കാൻ നിലനിൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതൊന്നും ഈ കരം പിടിക്കാതെ, ഇത്രയും കാലം ഈ കരം പിടിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ 107 കോടിയിലേക്ക് എത്തിയത്. ഇത് ജനം TV വാർത്തയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മേയർ വി രാജേഷിൻ്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ഈ വാർത്തയിൽ നടപടി ഉണ്ടാകുമെന്നാണ് വി രാജേഷ് അറിയിക്കുന്നത്. ഈ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട ചിലയിടങ്ങളിൽ 800-ലധികം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ആ കേസുകളുടെ കാര്യങ്ങളടക്കം പഠിക്കണം. അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യം എന്താണെന്ന് കൂടി പഠിക്കണം. അതിനുശേഷം കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ മേയർ വി രാജേഷ് ജനം TVയോട് പറഞ്ഞത്. വലിയ അനാസ്ഥയായിരുന്നു ഇതിൽ ഉണ്ടായത്. ഈ CPM ഭരണസമിതിക്കും ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കൊക്കെ ഉണ്ടായത്. കാരണം ഇത്തരത്തിൽ തിരുവനന്തപുരം പോലൊരു വലിയ നഗരസഭയിലെ ആ നഗരസഭയുടെ തന്നെ തനത് ഫണ്ടിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്നതാണ് ഈ കെട്ടിട നികുതി വരുമാനം എന്ന് പറയുന്നത്. അതും നിലവിൽ വളരെ തുച്ഛമായ തുകയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ആ കൊടുക്കുന്ന തുച്ഛമായ തുക പോലും പിരിച്ചെടുക്കുവാൻ കഴിയാത്തൊരു ഭരണസമിതിയായി ആര്യ രാജേന്ദ്രൻ്റെയും CPM ഭരണസമിതിയെല്ലാം മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ചിലയിടങ്ങളിലെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും. ആ രാഷ്ട്രീയ ഇടപെടലിൻ്റെയൊക്കെ ഒത്തുതീർപ്പിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുകയും കോടിക്കണക്കിന് രൂപ അങ്ങനെ പിരിച്ചെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പല സ്ഥാപനങ്ങളും ഈ സമാനമായ രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ പാളയത്തായാലും ശരി, മറ്റ് നഗരസഭയുടെ മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളുമുണ്ട്. ആ സ്ഥാപനങ്ങളിലൊന്നും കാലങ്ങളായി കരം പിടിക്കാതിരിക്കുന്നൊരു സാഹചര്യമൊക്കെയാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ വാർത്തയാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി എന്ന നിലയിൽ വി രാജേഷിൻ്റെ തന്നെ ഉറപ്പ് വന്നിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. കുറച്ച് കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നടപടിക്രമങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. അതിനിടയിൽ എല്ലാം സമഗ്രമായി പഠിക്കും. സമഗ്രമായി പഠിച്ചതുകൊണ്ട് തന്നെ പൂർണ്ണമായും അതിന്മേലൊരു നടപടികൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് നഗരസഭ എത്തിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊടിയ അനാസ്ഥ ഇതിന്മേൽ നേരത്തെ ഈ ആര്യ രാജേന്ദ്രൻ്റെ അടക്കം ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും നമുക്കറിയാം. സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ പോലും താളം തെറ്റുന്ന നിലയിലേക്ക് മുൻ ഭരണസമിതിയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴുമാണ് ഇത്തരത്തിൽ 100 കോടി രൂപ പോലും പിരിച്ചെടുക്കാൻ ഈ നഗരസഭയ്ക്ക് തനത് ഫണ്ടായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ആ തുക പോലും പിടിച്ചെടുക്കാൻ കഴിയാത്തൊരു ഭരണസമിതി എന്ന നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും ഇനി പുതിയ ഭരണസമിതി വന്നിരിക്കുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി വന്നിരിക്കുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും പഠിക്കുന്നുണ്ട്. ആ പഠിച്ചതിന് ശേഷം കർശനമായ രീതിയിൽ നടപടിയെടുക്കുകയും ഈ കരം പിടിക്കാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും കരം പിരിച്ച് അത് നഗരസഭയുടെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള തുടക്കമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെയും. ഒരു MLA സ്വന്തം മണ്ഡലത്തിലാണ് MLA ഹോസ്റ്റൽ എന്നറിയാമായിരുന്നിട്ടും അവിടെ 2 മുറികൾ ഉണ്ടായിരുന്നിട്ടും കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടക പോലും കൊടുക്കാതെ തുടരുകയായിരുന്നു. വിവാദമായപ്പോഴാണ് വാടക പോലും അടച്ചു തീർത്തത്. ഒരു MLA അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മറ്റുള്ളവർ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും 100 കോടിയിലേറെ രൂപ കെട്ടിട നികുതി ഇനത്തിൽ മാത്രം തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ 45 വർഷം കൊണ്ട് പിരിച്ചെടുക്കാനുണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് അനാസ്ഥയുടെ തെളിവുകളൊക്കെയും പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.